ഹായ് ഗൈസ്, ഇന്ന് വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നേരെ മീൻകുളത്തേക്ക് വെച്ച് പിടിച്ചു. സന്തോഷം വന്നാലും സങ്കടം വന്നാലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും നേരെ ഞങ്ങൾ വെച്ച് പിടിക്കുന്നത് മീൻകുളത്തേക്കാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വന്തം മീൻകുളം. ഇവിടെ ഈ മീൻകുളത്ത് അമ്പലത്തിൽ വന്നൊന്ന് ചുറ്റി നടന്ന് ഒന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴുണ്ടാകുന്ന മനസ്സിലുള്ള ഒരു ആനന്ദം അതാരും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയൊരു പീസ്ഫുൾ അല്ലെങ്കിൽ ഒരു സമാധാനം നിറഞ്ഞൊരു ആംബിയൻസ് ആണ്. ഒരുപാട് മീനും ആമ്പലുകളൊക്കെ ആയിട്ട് വളരെ മനോഹരമായ രണ്ട് കുളങ്ങളുണ്ട് അവിടെ. ആര് പോയാലും കുറച്ചു നേരം അവിടെ ഇരുന്നിട്ടൊക്കെ തിരിച്ചു പോകത്തുള്ളൂ. വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ സമയം പോകുന്നതേ അറിയും. നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തോന്നില്ല. അത്ര മനോഹരമാണ്. മുന്നേ പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസത്തിന് ഒരു നല്ല പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ അധിക നേരം അമ്പലത്തിലിരിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. നേരെ വീട്ടിലോട്ട് വിട്ടു. വീട്ടിലെത്തുമ്പോഴേക്കും ഏട്ടനും അനിയനും ചങ്ങായിമാരെല്ലാം കൂടിയിട്ട് പകുതി പണിയും തീർത്തിരുന്നു. എന്താണ് നിന്റെ പേര്? ശരത്. നിന്റെ സുജിത്ത്. എന്താണ് പണി? രണ്ടാൾക്കും ടൈൽസിൻ്റെ. എന്താണ് അച്ഛൻ്റെ പേര്? സുരേന്ദ്രൻ. എന്താണ് അച്ഛൻ്റെ പണി? കൺസ്ട്രക്ഷൻ വർക്ക്. നിന്റെ പന്തലണിയാണ് സാറേ. ഇവൻ്റെ അച്ഛനും പന്തലണിയാണ്. ഇതുപോലെയുള്ള പരിപാടികളുടെ പിന്നാമ്പുറത്ത് കിടക്കുന്ന ഇതുപോലെയുള്ള ചെറിയ ചെറിയ പണികൾ കൂടുമ്പോഴാണ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പല പല കാര്യങ്ങൾ പറയാനും മനസ്സ് നിറഞ്ഞ് സംസാരിക്കാനും പറ്റുന്നത് അല്ലേ. അങ്ങനെ പുറത്തെ പരിപാടികളിൽ ഏകദേശം കഴിഞ്ഞ ശേഷം ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറി. അവിടെയാണെങ്കിൽ അമ്മയും അയൽവക്കത്തെ വലിയേച്ചി എല്ലാവരും കൂടി ചേട്ടാപാട പണിയാണ്. മിണ്ടാൻ പോലും സമയമില്ലാണ്ട് പണിത്തിരക്കിൽ മുഴുകിയിരിക്കും. പിന്നെ പണിയെടുക്കുന്നവരെ പണ്ടേ നമ്മൾ നിരുത്സാഹപ്പെടുത്താറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അനുവേട്ടൻ്റെ കോൾ വന്നത്, ഇവിടെ ഇല മുറിക്കാൻ പോകണ്ടേന്ന്. എന്നെ പിന്നെ ഒന്നും ഏൽപ്പിക്കണ്ട, പുള്ളിയെല്ലാം നോക്കി ഇങ്ങോട്ട് ചെയ്തു അങ്ങനെ കണ്ടു. അങ്ങനെ ഞാനും അനുവേട്ടനും കൂടി നേരെ വാഴത്തോട്ടത്തിലേക്ക് വെച്ച് പിടിച്ചപ്പോഴത്തേക്ക് ആന്റണിയേട്ടനും ഞങ്ങളുടെ കൂടെ വന്നു. ആവശ്യത്തിന് വാഴയിലേക്കായിട്ട് തിരിച്ചു വന്നപ്പോഴേക്ക് ഊണ് റെഡി. പിന്നെ ഒന്നും നോക്കിയിട്ട് വട്ടാത്തലിരുന്നായിട്ട് ജങ്കി ഇലയൊക്കെ മുറിച്ച് വരുമ്പോഴേക്കും വൈഫിൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നെങ്കിലും ഇന്ന് നല്ല ചൂടായിരുന്നു. എല്ലാവരും തന്നെ ക്ഷീണം പിടിച്ചു. അങ്ങനെ കുറച്ചു നേരത്തെ റെസ്റ്റിന് ശേഷം വീണ്ടും ഇറങ്ങി അലങ്കരിക്കാൻ. മണിക്കുട്ടനും ജോമിയും എല്ലാവരും പരസ്പരം ട്രോളൊക്കെ കൊണ്ട് അനുവണൊക്കെ വീർപ്പിച്ചു തുടങ്ങി. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അച്ചു അല്ലെങ്കിൽ അശ്വതിയുടെ മനോഹരമായ ഹിന്ദി ഗാനത്തോടു കൂടി നമ്മൾ ആരംഭിക്കുകയാണ്. പാട്ട് കേട്ടിട്ടാണെന്നറിയില്ല, അതുപോലെ ഇല്ലാത്തൊരു മഴയായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഒരു രക്ഷയില്ല. പക്ഷെ ആ മഴ പെയ്തത് കൊണ്ട് നല്ല രീതിയിൽ എല്ലാവരും തണുത്തു എന്ന് പറയാം. അത്ര സുഖമായിരുന്നു. അതുമൂലം ഉണ്ടായ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ചിലർക്കെല്ലാം പരിപാടിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അത് ചെറിയ രീതിയിൽ എല്ലാവരും ഒന്ന് നൊമ്പരപ്പെടുത്തി. സോ പറഞ്ഞ ടൈമിന് എത്തിച്ചേർന്നവർക്ക് ചെറിയൊരു ലാഗും എത്താൻ പറ്റാത്തൊരു ചെറിയൊരു വിഷമവും ഉണ്ടായി. അതുകൊണ്ട് തന്നെ കേക്ക് മുറിക്കാൻ ഒരല്പം വൈകി എന്ന് പറയാം. അങ്ങനെ എല്ലാവരെയും കാത്തിരുന്ന് ബോറടിപ്പിക്കണ്ട എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചെക്കനെ, നമ്മുടെ ഇന്നത്തെ ഹീറോ കളത്തിലേക്ക് ഇറക്കി. അങ്ങനെ V2 റെഡിയായി ഇറങ്ങിയപ്പോഴേക്കും കേക്കും വന്നു. ഇവനാണ് ഇന്നത്തെ ഹീറോ. ഇന്ന് ഇവൻ്റെ ഡേ ആണ്. വിയാൻ വിഷ്ണു, അതായത് ഞങ്ങളുടെയൊക്കെ V2. നല്ല മഴയായതുകൊണ്ട് കുറേ പേര് റോഡ് സൈഡിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൂട്ടാൻ വേണ്ടിയാണ് ചെറിയ
ലാഗ് വന്നത്. അവിടെ വന്നവർക്ക് ശരിക്കും മനസ്സിലാവും അത്ര നല്ല മഴയായിരുന്നു. ആൾക്കാരുടെ ബഹളവും മഴയും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. പണ്ട് കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു ഏകദേശം 3-4 മണിയാവുന്നതിന് മുമ്പേ നല്ല മഴയാണെങ്കിൽ ക്ലാസ് ഒന്നും ഉണ്ടാവില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ച് ആ ഒരു വൈബായിരുന്നു. ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ വീട്ടിനും ആയില്ല. പാട്ട് കേട്ട് കേട്ട് പുള്ളി ഡാൻസ് തുടങ്ങി. ഒരേ ഡാൻസ്. ഓൾമോസ്റ്റ് എല്ലാവരും എത്തിച്ചേർന്നത് കൊണ്ടും ഒരുപാട് ലാഗ് ആയതുകൊണ്ടും അങ്ങനെ നേരെ കേക്ക് മുറിക്കാനുള്ള തന്ത്രപ്പാടിലായി. അങ്ങനെ വീട്ടുവിൻ്റെ ബർത്ത്ഡേക്കുള്ള കേക്ക് കൊണ്ടുവന്നത് മറ്റെവിടുന്നല്ല, ലാവിനോ. ചെറുപുഴയിലെ ലാവിനോ. നല്ല മനോഹരമായ നല്ല സ്റ്റാൻഡേർഡ് കേക്ക്. കൊള്ളാം. ടേസ്റ്റും അടിപൊളിയായിരുന്നു. ലാവിനോയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഏത് വിശേഷത്തിനും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഭക്ഷണം. അതുണ്ടാക്കിയത് മറ്റാരുമല്ല, നിസാർ. നല്ല അടിപൊളി. അങ്ങനെ കുട്ടുവിൻ്റെ പ്രസംഗം കൂടെ ആയപ്പോഴത്തേക്ക് പരിപാടി കളറ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.